ഹല്ലേലൂയ. അടുത്ത ഒരു സാക്ഷി പാസ്റ്റർ ശ്യാം സുന്ദർ, സെക്കൻഡറാബാദ്. Next we'll hear the testimony from Pastor Shyam Sundar from Secunderabad. സെക്കൻഡറാബാദിൽ നിന്ന് പാസ്റ്റർ ശ്യാം സുന്ദർ ഇപ്പോൾ തന്നെ സാക്ഷ്യം പ്രസ്താവിക്കുന്നതായിരിക്കും. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I was born and brought up in nominal Christian family, CSI background. ഒരു നാമധേയ ക്രിസ്തീയ സഭയായ CSI കുടുംബ പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു. From the childhood, 10 years I believe, from that day onwards, my father, my mother is my Lord Jesus Christ. എൻ്റെ ചെറുപ്രായത്തിൽ, അതായത് എനിക്ക് 10 വയസ്സുണ്ടായിരുന്നത് മുതൽ എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ യേശു ക്രിസ്തുവായിരുന്നു. I never taste the love of father, mother in this world. ഈ ലോകത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തെ ഞാൻ അനുഭവിച്ചിട്ടില്ല. Because my father sent my mother out that time. He married another woman. That's why suffering started from my childhood. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ എൻ്റെ മാതാവിനെ എൻ്റെ പിതാവ് പുറത്താക്കുകയും താൻ പുനർവിവാഹം ചെയ്യുകയും ചെയ്തു. അതുമൂലമായി എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ കഷ്ടം ആരംഭിച്ചു. But I knew not know when they embraced me and kissed me in my life. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർ എന്നെ ആശ്ലേഷിച്ചിട്ടുണ്ടോ, എനിക്ക് ഉമ്മ തന്നിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. My childhood onwards, my God is everything for me. എൻ്റെ ബാല്യപ്രായം മുതൽ എൻ്റെ ദൈവമാകുന്നു എനിക്ക് സകലവും. From the childhood, so many times death approached me, but God saved me. എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ പലപ്പോഴും മരണം എൻ്റെ അരികിലേക്ക് കടന്നു വന്നു, എങ്കിലും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. I do not know swim. When I die in the water, I am going somewhere. One boy taken me out. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. ഞാൻ വെള്ളത്തിൽ ഒരിക്കൽ മുങ്ങി താണുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലൻ എന്നെ പുറത്തെടുത്തു. Without ticket, I climbed the train upside, but in the running God saved my life. ഞാൻ ആ ടിക്കറ്റ് ഇല്ലാതെ വണ്ണം ട്രെയിനിൻ്റെ മുകളിൽ കയറി, എങ്കിലുമോ അവിടെ നിന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവനെ രക്ഷിച്ചു. So many times sickness approached me. പലപ്പോഴും രോഗം എൻ്റെ ജീവിതത്തെ സമീപിച്ചു. This is a world I have to enjoy. That is my aim. ഈ ലോകം ഞാൻ അനുഭവിക്കണം എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. I was studied BCom college. I was a district basketball player. I used to sing the Kishore Kumar songs and earn the money and maintain the orchestra in my life. ഞാൻ കോളേജിൽ BCom ബിരുദധാരിയാകുന്നു. ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു. കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ പാടുമായിരുന്നു. അപ്രകാരം എൻ്റെ ജീവിതം നടന്നു. So I thought this is the world I have to enjoy. ഈ ആസ്വദിക്കുവാനുള്ള ലോകമാകുന്നു ഇത് എന്ന് ഞാൻ ചിന്തിച്ചു. Before Ganapati, I used to spend the whole night and singing the songs. ഗണപതിയുടെ മുൻ രാത്രിയിൽ ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. So while I'm going like this, in the time of the examination, I fell sick. ഇപ്രകാരം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഞാൻ രോഗിയായി തീർന്നു. So that time I failed in my first time. ആ സമയത്ത് ജീവിതത്തിൽ ആദ്യമായി ഞാൻ തോറ്റുപോയി. Because of the sickness, second time also I didn't write. രോഗം മൂലമായി രണ്ടാം വട്ടവും എനിക്ക് എഴുതുവാൻ കഴിഞ്ഞില്ല. Third time I'm going on crying before God as I know what to pray. മൂന്നാം വട്ടം ഞാൻ കർത്താവിനോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. Lord, if I fail this time, so my friends make me mocking and shame. So please save me, Lord. Please pass me, Lord. Then I will serve you. ഇപ്രകാരം കർത്താവ്, ഇപ്രാവശ്യവും ഞാൻ തോറ്റുപോകുമെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ പരിഹാസ വിഷയമാകും. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ ദയവായി ജയിപ്പിക്കണമേ. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങയെ സേവിച്ചുകൊള്ളാം. In every church I used to pray like this. എല്ലാ സഭ കൂടുമ്പോഴും ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. 90 members wrote the examination.
Among that, 14 only pass. 19 പേർ പരീക്ഷ എഴുതി. 90. 90 പേർ പരീക്ഷ എഴുതി. അതിൽ 14 പേര് മാത്രമേ പാസ്സായുള്ളൂ. Among that 14, I passed. ആ 14 പേരിൽ ഞാനും ജയിച്ചു. Then I thought, okay, I have to study continually. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കിപ്പോൾ തുടർ വിദ്യാഭ്യാസം നടത്തണം. Today my testimony is important. Is after my graduation, I studied the training refrigerator and air condition. എൻ്റെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം എന്നത് ഞാൻ ആ ബികോം പഠിച്ചതിന് ശേഷമായിട്ട് റെഫ്രിജറേഷന്റെ പഠനത്തിനായി അത് ശരിയാക്കുന്നതായ പുനർപഠനത്തിനായി കടന്നുപോയി. I passed and I got first destination and I prepared the passport and everything, taken taken the also and ready to come to Dubai, Muscat. ആ പഠനത്തിലും ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സാകുകയും അതിനുശേഷമായിട്ട് ഞാൻ പാസ്പോർട്ട് എടുക്കുകയും ഞാൻ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തു. ഒന്നുകിൽ ദുബായിലേക്ക് ഇല്ലെങ്കിൽ മസ്കറ്റിലേക്ക് കടന്നു വരേണ്ടതിനായി പരിശ്രമിക്കുവാൻ തുടങ്ങി. That time only beloved Lord caught me and saved me. അപ്പോഴാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവനായ കർത്താവ് എന്നെ വിളിക്കുകയും എന്നെ രക്ഷിക്കുകയും ചെയ്തത്. I plan to come over here and earn the money. ഇവിടെ കടന്നു വന്ന് പണം സമ്പാദിക്കണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. Gracious God, after my salvation 45 years, God brought me in this land as a preacher, as a servant of God. I give thanks unto God. കൃപാലുവായ ദൈവം 45 സംവത്സരത്തിന് ശേഷമായിട്ട് ഈ ദേശത്തേക്ക് ദൈവത്തെ പ്രസംഗിക്കുവാൻ ഒരു പ്രാസംഗികനായി ദൈവം ഇവിടെ കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. Before salvation 4 years I suffered with the sickness. രക്ഷയ്ക്ക് മുമ്പായി 4 വർഷത്തോളം ഞാൻ രോഗത്താൽ കഷ്ടപ്പെട്ടു. No doctor cured my sickness. യാതൊരു വൈദ്യനും എൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയില്ല. English medicine, Ayurvedic medicine, everything I tried but I failed. ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നും ഇതൊക്കെയും ഞാൻ ശ്രമിച്ചു, എങ്കിലും എല്ലാം പരാജയപ്പെട്ടു. I'm near to die. ഞാൻ മരണാസന്നമായി. I used to walk on the streets to shedding the tears. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഞാൻ വഴിയിലൂടെ നടക്കുമായിരുന്നു. Who can save me? എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? My body very lean and eyes also unable to see properly. My teeth also not strong to bite something. Like that I am decayed day by day. എൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങിയിരുന്നു. എനിക്ക് ശരിയാവണ്ണം കണ്ണ് കാണുവാൻ കഴിയാതെ വണ്ണം, എൻ്റെ പല്ലിനും അത്രമാത്രം ബലമില്ലാത്ത വണ്ണം, ഒന്നും ഭക്ഷിപ്പാൻ കഴിയാത്ത രീതിയിൽ ഞാൻ കാണപ്പെട്ടു. That time I am going on crying, Lord, who can save me? കർത്താവേ, എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയുമെന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. I am a Christian only, I do not know the power of God. ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നിട്ട് കൂടി ദൈവശക്തി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. One man told that one gospel meeting going on, why not you go and attend there? ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഒരു സുവിശേഷ യോഗം അവിടെ നടക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് അവിടെ പോയി സംബന്ധിച്ചുകൂടാ? I sat like you and preacher preaching like me. So he told only one word: if you won't accept Lord Jesus Christ as your personal savior, your sickness will not leave you. ഞാൻ അവിടെ നിങ്ങളിൽ ഒരുവനെ പോലെ ഞാൻ നിൽക്കുകയായിരുന്നു. അവിടെ എന്നെ പോലെ ഒരു പ്രാസംഗികനോട് പ്രസംഗിക്കുകയായിരുന്നു. താൻ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ രോഗത്തിനൊക്കെയും സൗഖ്യം വരും. That word pricked in my heart. ആ വചനം എൻ്റെ ഹൃദയത്തെ കുത്തി. Then I give my heart to Lord Jesus and receive the Lord as my personal savior. ആ സമയത്ത് എൻ്റെ ഹൃദയത്തെ ഞാൻ യേശുക്രിസ്തുവിന് കൊടുക്കുകയും കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി ഏറ്റെടുക്കുകയും ചെയ്തു. When that servant of God prayed, that time sickness depart from my body. അപ്പോൾ ഒരു കർത്തൃ ശുശ്രൂഷകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രോഗം എൻ്റെ ശരീരത്തെ വിട്ടു പോകുകയും ചെയ്തു. 1977 February 1st I saved. Till this day I never see any doctor, any medicine, anything in my life these 47 years. 1977 വർഷം ഫെബ്രുവരി 1-ാം തീയതി കർത്താവിനെ രക്ഷിക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് 47 വർഷത്തോളം കർത്താവ് ഒരു വൈദ്യനെയോ യാതൊരു മരുന്നിനെയോ പോയി ആശ്രയിപ്പാൻ ഇടവരുത്തിയിട്ടില്ല. After that my father come to know that I saved. Then he sent out from the house of his own house. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പിതാവിന് അറിവ് കിട്ടുകയും സ്വഭവനത്തിൽ നിന്ന് താൻ എന്നെ പുറത്താക്കുകയും ചെയ്തു.
You are not listening my word, get out from my house. ഞാൻ എൻ്റെ വാക്ക് നീ കേൾക്കുന്നില്ല എങ്കിൽ എൻ്റെ വീട് വിട്ട് പോയിക്കൊള്ളുക. 79 January, I left the house and entered into the house of God. 1979 ആണ്ട് ജനുവരിയിൽ ഞാൻ എൻ്റെ ഭവനത്തെ വിട്ട് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. That time we have no faith home in my place. And we opened the faith home. ആ നാളുകളിൽ ഞങ്ങളുടെ ദേശത്ത് വിശ്വാസ ഭവനങ്ങളിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിശ്വാസ ഭവനം തുറന്നു. I was in that faith home kept by the believers. വിശ്വാസികളാൽ എന്നെ ആ വിശ്വാസ ഭവനത്തിൽ ആക്കി വെച്ചു. But Pastor Casey Varghese taught about the faith life. That's why I lived by faith. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അന്ന് പാസ്റ്റർ കെ.സി. വർഗീസ് പ്രസംഗിച്ചത് മൂലമായിട്ട് ഞാൻ വിശ്വാസ ജീവിതം നയിക്കുവാൻ തുടങ്ങി. So many times I have no food. Nearly 6 months I suffered without food. പലപ്പോഴും ഭക്ഷണമില്ലാതെ വണ്ണം ഏകദേശം 6 മാസ കാലം ഞാൻ അപ്രകാരം ഭക്ഷണമില്ലാതെ വണ്ണം കഷ്ടപ്പെട്ടു. Believers and my relations all there, but I never go there. അവിടെ വിശ്വാസികളുണ്ടായിരുന്നു, എൻ്റെ സ്വന്തക്കാരൊക്കെയും ഉണ്ടായിരുന്നു, എങ്കിലും അവിടെയൊന്നും ഞാൻ പോകയില്ലായിരുന്നു. When the food is not there, my stomach bowels burning like anything. ഭക്ഷണമില്ലാതിരുന്നപ്പോൾ എൻ്റെ വയറ് എരിയുവാൻ തുടങ്ങി. I kept my stomach upon the ground and crying and sleep. ഞാൻ വയറ് നിലത്ത് വെച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു കിടന്നുറങ്ങുമായിരുന്നു. But I never lose my faith. എങ്കിലുമോ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. Once any believer give the 1 rupee, 2 rupees those days. എപ്പോഴെങ്കിലും ഒരു വിശ്വാസി 1 or 2 രൂപ തന്നാലായി. In front of our faith home bakery is there. I will buy the bread and eat and sleep. ഞങ്ങളുടെ വിശ്വാസ ഭവനത്തിന് മുൻപായിട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബണ്ണ് വാങ്ങി കഴിച്ച് ഞാൻ ഉറങ്ങുമായിരുന്നു. After that they will bring some rice to faith home. അതിനുശേഷം ആരെങ്കിലും അല്പമായി ചോറ് ഞങ്ങളുടെ വിശ്വാസ ഭവനത്തിലേക്ക് കൊണ്ടുവരും. I cook and put the salt and eat. അരി കൊണ്ടുവരുമ്പോൾ അത് ഞാൻ പാകം ചെയ്ത് ഉപ്പിട്ട് കഴിക്കും. When some people will be only dal only. ചിലപ്പോൾ ചിലർ പരിപ്പ് മാത്രം കൊണ്ടുവരും. I will cook and just put the salt and eat. അതിനെ പാകം ചെയ്ത് ഉപ്പ് മാത്രമിട്ട് ഭക്ഷിക്കും. Like that so many times starvation tormented me, but I never lose my faith. ഇപ്രകാരം പട്ടിണിയൊക്കെയും അധികമായി എന്നെ ഉപദ്രവിച്ചു, എങ്കിലും എൻ്റെ വിശ്വാസം പോയില്ല. All our CSI people told, because you have no job, that's why you want to serve. CSI കാരൊക്കെയും ഇപ്രകാരം പറഞ്ഞു, ഈ വ്യക്തിക്ക് ജോലി ഇല്ലാത്തത് മൂലമായി ദൈവത്തെ സേവിക്കാൻ പോയിരിക്കുന്നു. So I cried unto God. അപ്പോൾ ഞാൻ ദൈവത്തെ നോക്കി നിലവിളിച്ചു, Lord, give the job and I resign and come to the ministry. കർത്താവേ, എനിക്കൊരു ജോലി തന്നാട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ രാജിവെച്ച് ശുശ്രൂഷയ്ക്ക് കടന്നു വരാം. Wonderfully God gave the government job in that state, draftsman in the land survey. അത്ഭുതകരമായിട്ട് സർക്കാർ ഉദ്യോഗമായ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊരു ജോലി ദൈവമാദേശത്ത് എനിക്ക് നൽകി തന്നു. My father was a deputy collector, but I never take any help from him. എൻ്റെ പിതാവ് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു, എങ്കിലും തന്നിൽ നിന്ന് യാതൊരു സഹായവും ഞാൻ വാങ്ങിയില്ല. But God gave wonderfully. Pastor T.U. Thomas prayed for me. Immediately the letter came from employment. I got the job. പാസ്റ്റർ ടി.യു. തോമസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിക്കുകയും ചെയ്തു. I served the Lord, attending the office and served the Lord 2 years in the faith home. 2 വർഷത്തോളം ഞാൻ ആ സർക്കാർ ഉദ്യോഗം ചെയ്യുകയും വിശ്വാസ ഭവനത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. After that, Pastor Casey was told that your time finish, come out. ആ സമയത്ത് അതിനുശേഷമായിട്ട് പാസ്റ്റർ കെ.സി. വർഗീസ് പ്രകാരം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ സമയം ആയിരിക്കുന്നു, ഇപ്പോൾ പുറത്തു വരിക. I resigned my job and entered into the ministry. എന്റെ ജോലി രാജിവെച്ച് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. All my officers told, you are a fool, you are losing the government job. എന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെയും പ്രകാരം പറഞ്ഞു, നീ ഒരു ഭോഷനാകുന്നു, ഈ ജോലിയെ നീ കളയുന്നുവല്ലോ. I laughed and put the letter upon the table and left out. ഞാൻ ചിരിച്ചുകൊണ്ട് കത്ത് മേശമേൽ എറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ കടന്നു വന്നു. After come to the ministry, God is very gracious to me. ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതിന് ശേഷമായിട്ട് കർത്താവ് എനിക്ക് വളരെ കൃപാലുവായിരുന്നു. All my saints loved me and all the saints show the very kind towards me. എന്റെ വിശുദ്ധന്മാരൊക്കെയും എന്നെ സ്നേഹിക്കുകയും അവരൊക്കെയും എന്നോട് ദയാലുക്കളായിരിക്കുകയും ചെയ്തു. God going on lift up me and
help me to serve the Lord faithfully in the house of God. ദൈവം എന്നെ പടിപ്പടിയായി ഉയർത്തുകയും ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ എന്നെ സഹായിക്കുകയും ചെയ്തു. After coming the ministry also 2 months I suffered with the malaria. കർത്തൃ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതിന് ശേഷമായിട്ട് 2 മാസത്തോളം മലേറിയ രോഗത്താൽ കഷ്ടപ്പെട്ടു. And ulcer and so many types of the sickness I suffer. അൾസർ ഇപ്രകാരമായ വിവിധമായ രോഗത്താൽ ഞാൻ കഷ്ടപ്പെട്ടു. Lastly, corona also came to me in my body. അവസാനമായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് കൊറോണയും പ്രവേശിച്ചു. 15 days only I suffer. 15 ദിവസം മാത്രമേ ഞാൻ അതിൽ കഷ്ടം അനുഭവിച്ചുള്ളൂ. I asked the Lord, why Lord this sickness came? കർത്താവിനോട് ഞാൻ ഇപ്രകാരം ചോദിച്ചു, കർത്താവ് ഈ രോഗം എന്തുകൊണ്ട് സംഭവിച്ചു? So many people, they are dying in the sickness, but you are not praying properly. That's why I shown you what is a sickness. അനേകർ ഈ രോഗത്താൽ കഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നു, നീ അവർക്ക് വേണ്ടി ശരിയായി പ്രാർത്ഥിക്കുന്നില്ല, അതുമൂലമായിട്ട് അവർക്ക് വേണ്ടി ഈ രോഗം എപ്രകാരമുള്ള കഠിനമേറിയതാകുന്നു നിന്നെ കാണിക്കേണ്ടതിനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. That time I cried and all the workers prayed and God wonderfully bring down that sickness. ആ സമയത്ത് ഞാൻ കരയുകയും എല്ലാ കർത്തൃ ശുശ്രൂഷകരും ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവം ആ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരികയും ചെയ്തു. Especially I want to tell that so many witchcraft and demons, all the magicians against me going on doing the witchcraft, but God is with me. I fight a good fight and overcome everywhere everything. വിശേഷമായി മറ്റൊരു കാര്യം പറയാനുള്ളത്, അനേക ദുർമന്ത്രവാദിമാർ ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്യുകയും ദുർമന്ത്രവാദങ്ങൾ എനിക്ക് വിരോധമായി ചെയ്യുകയും ചെയ്തു. എങ്കിലും ആ സ്ഥലത്തൊക്കെയും ജയകരമായി പുറത്തു കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. Before the Lord Jesus, no magician and no power of the witchcraft work. That is my testimony. I fight by the power of God and God deliver me every time. കർത്താവായ യേശുക്രിസ്തുവിന് മുൻപായിട്ട് യാതൊരു ക്ഷുദ്ര പ്രയോഗങ്ങൾക്കും ദുർമന്ത്രവാദങ്ങൾക്കും ശക്തിയില്ല. ഞാൻ ആ ദൈവശക്തിയാൽ ഇന്നും ജീവിക്കുന്നു. Every 15 days I have a great battle. എല്ലാ 15 ദിവസത്തിലും എനിക്ക് വലിയൊരു പോരാട്ടമുണ്ട്. At that time I have to fight 24 hours in the room. ആ സമയത്ത് എൻ്റെ മുറിയിൽ 24 മണിക്കൂർ ഞാൻ പോരാടേണ്ടതുണ്ട്. Father, Son and Holy Ghost will come for the battle. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ പോരാട്ടത്തിനായി എന്നോട് വന്ന് ചേരും. All the saints will come for that battle. എല്ലാ കർത്തൃ ശുശ്രൂഷകരും വിശുദ്ധന്മാരും എനിക്ക് സഹായത്തിന് കടന്നു വരും. And God gave the victory in every battle. എല്ലാ യുദ്ധത്തിലും ദൈവം എനിക്ക് ജയം തരുന്നു. That is my small testimony. അതാകുന്നു എൻ്റെ ചെറിയ സാക്ഷ്യം. Today also I am alive because of the power of God and grace of God. ദൈവശക്തി മൂലമായും ദൈവകൃപ മൂലമായിട്ടും ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. I am telling to everyone, don't fear for the witchcraft. There is a power of God. No one can stand before the power of Jesus. ദുർമന്ത്രവാദത്തെ നിങ്ങൾ ആരും ഭയപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിൽ ഒക്കെയും ഏറ്റവും ശക്തിയുള്ളതായ ഒരു ദൈവശക്തിയുണ്ട്. യേശുവിന്റെ ശക്തിക്ക് വിരോധമായി ആർക്കും നിൽപ്പാൻ കഴിയുകയില്ല. Jesus loved me like anything. My saints also loved me. That's why today I am here. യേശു എന്നെ അധികം സ്നേഹിച്ചു. എൻ്റെ വിശുദ്ധന്മാരും എന്നെ സ്നേഹിച്ചത് മൂലമായി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു. I am only 73, but grace of God uphold me thus far, and God helping me to do this ministry and traveling here and there and come to this Dubai to give the testimony. എനിക്ക് 73 വയസ്സേ ആയിട്ടുള്ളൂ. ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയും യാത്ര ചെയ്തുകൊണ്ട് ദുബായിൽ പോലും കടന്നു വന്ന് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. God is very faithful in my life. ദൈവം എൻ്റെ ജീവിതത്തിൽ വളരെ വിശ്വസ്തനാകുന്നു. He never fails in my life. എൻ്റെ ജീവിതത്തിൽ അവൻ എന്നെ ഒരിക്കലും തോൽപ്പിച്ചു കളഞ്ഞിട്ടില്ല. I never lived in a forsake that promises from the beginning only God gave me. ആരംഭം മുതൽ തന്നെ ദൈവം എന്നെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം തന്നിരുന്നു. Dear child of God, one thing I want to tell, Jesus is really loving God. He never fails in our life. He never leave you nor forsake you. പ്രിയ ദൈവത്തിലെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വളരെ സ്നേഹവാനായ ദൈവമാകുന്നു. ഒരു നാളും അവൻ നമ്മെ തോൽപ്പിച്ചു കളയുകയില്ല, നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. Lord is coming soon. Please pray for me that I may rapture in the coming of the Lord. കർത്താവ് വേഗം വരുന്നു. അവന്റെ ഉൽപ്രാവണത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് എന്നെയും സഹായിക്കേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. கிருபையால் அவருக்கு தந்த மேன்மையான ரட்சிப்புக்காகவும் மகிமையான ஊழியத்துக்கு அந்த அழைத்தையும் மட்டும் தேவனுடைய வீட்டில் தங்கி ஊழியம் செய்யவும் வந்ததான எல்லா வியாதியிலிருந்தும் பில்லிசூன்ய கட்டிலிருந்தும் விடுதலை தந்தபடியினால் நாம் யாவரும் கரங்களை உயர்த்தி நன்றியுடன்
கர்த்தரே ஸ்தோத்திரம் பண்ணுவோம். For the great grace of God that was upon his life to save his life, and for the Lord bringing him to the house of God and to serve him, and for delivering him from the power of sickness, from the power of witchcraft, and the Lord enabling him to serve God faithfully in the house of God with a grateful heart. Shall we all lift up our hands and praise God? ദൈവം തന്നെ കൃപയോടുകൂടെ രക്ഷിക്കുകയും കർത്താവ് തന്നെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു കൊണ്ടുവരികയും അതിനുശേഷമായിട്ട് കർത്താവ് തന്നെ സകലവിധമായ ദുർമന്ത്രവാദങ്ങളിലും പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കുകയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. അടുത്ത അനൗൺസ്മെന്റ് അറിയിപ്പുകൾ.